വാർത്തയിലേക്ക് വിശദമായി. മണ്ഡലപൂജയ്ക്ക് ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുന്നു. പുലർച്ചെ പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ലാഹാസത്രം, പ്ലാപ്പള്ളി, നിലയ്ക്കൽ, ചാലക്കയം വഴി ഉച്ചയ്ക്ക് 1:30 പമ്പയിലെത്തിയത്. അയ്യപ്പ വിഗ്രഹത്തിൽ തങ്കയങ്കി ചാർത്തിയാണ് ദീപാരാധന നടക്കുക. നാളെ രാവിലെ 10:10 11:30 മധ്യയുള്ള സമയത്ത് മണ്ഡലപൂജ നടക്കും. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എത്രമാത്രം ഭക്തി നിർഭരമാണ് ഇപ്പോൾ? എന്റെ അനിയന്റെ ഭാര്യ നോക്കിയാ പറഞ്ഞത് അവിടെയുള്ള ശബരിമല സന്നിധാനമാണ് ഈ നിമിഷത്തിൽ ഉള്ളത്. പ്രത്യേകിച്ച് ശബരിമലയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ചില ചടങ്ങുകളിലേക്ക് ശബരിമല സന്നിധാനം നടക്കുന്നു. ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ശരംകുത്തിയിലേക്ക് ഈ ഘോഷയാത്ര എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് ശബരിമല നട തുറന്നത്. തിരുനടയുടെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇത് കാണുന്നത്. ഇനിയുള്ളത് 5:30 ഏതാണ്ട് 5 മണിക്ക് ശബരിപീഠത്തിലെത്തിയ ഈ ഘോഷയാത്ര 5:30 ശരംകുത്തിയിലേക്ക് എത്തിച്ചേരും. പതുക്കെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അടുത്തത് മരക്കൂട്ടമാണ്. മരക്കൂട്ടം കഴിഞ്ഞാണ് വലിയ കയറ്റം കയറി ശരംകുത്തിയിലേക്ക് ഈ തങ്കയങ്കി ഘോഷയാത്ര എത്തുക. അത് സ്വീകരിക്കാനായി ഔദ്യോഗികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇവിടെ ശരംകുത്തിയിലാണ് ആദ്യ പ്രധാനപ്പെട്ട സ്വീകരണം ഉണ്ടാകുക. അതിനായി ശബരിമലയിലെ തിരുനടയിൽ നിന്നും മാല പൂജിച്ച് അത് സ്വീകരിക്കാനായി ഇവിടെ നിന്ന് അവിടേക്ക് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയുള്ള പ്രതിനിധി സംഘത്തെ അയക്കുന്നുണ്ട്. അവർ തിരുനടയ്ക്ക് സമീപം ഇതിനകം എത്തിക്കഴിഞ്ഞു. മേൽശാന്തി ഉൾപ്പെടെയുള്ളവരാണ് അവർക്ക് മാലയിട്ടുകൊണ്ട് അവിടേക്ക് അവരെ അയക്കുന്നത്. അവിടെ എത്തിയ ശേഷം അവരാണ് സ്വീകരിച്ച് ഇവിടേക്ക് ആചാരപരമായ ചടങ്ങുകളുമായി ഈ ഘോഷയാത്രയെ ഇവിടേക്ക് വരവേൽക്കുക. അതായത് ഏതാണ്ട് 6:30 തങ്കയങ്കി ഘോഷയാത്ര ഇവിടേക്ക്, അതായത് ഈ 18-ാം പടിയിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത്. ഏതാണ്ട് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ മുതൽ തന്നെ ഭക്തർക്ക് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. ആ നിയന്ത്രണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് ഈ ഉത്സവം നടക്കുന്നത്. ഈ സമയത്ത് ഇനിയിപ്പോ ഘോഷയാത്ര കടന്നു പോയ ശേഷം മാത്രമായിരിക്കും ഇനി നിയന്ത്രണങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വളരെ ഗൗരവത്തോടുകൂടി അതാണ് എടുത്ത്, അതായത് ഒരു നിയന്ത്രണം എന്ന നിലയിൽ ദീപാരാധന കഴിഞ്ഞ ശേഷം മാത്രമേ ഇവിടേക്ക് ഭക്തരെ കടത്തിവിടുകയുള്ളൂ. അതാണ് ഇവിടെയുള്ളൊരു ക്രമീകരണമായി എടുത്ത്. ശരി, ജി ശ്രീജിത്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. മണ്ഡലപൂജയ്ക്ക് ശബരീശ വിഗ്രഹത്തിൽ ചാർത്തുന്നതിനായുള്ള തങ്കയങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. 6:30 അവിടെ എത്തിച്ചേരും എന്നതാണ് ശ്രീജിത്ത് നൽകുന്ന വിവരം. എല്ലാ ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമാണ്. തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. വളരെയധികം ഭക്തിസാന്ദ്രമാണ് സന്നിധാനം.